നമസ്കാരം. ഭരണത്തിന്റെ മുഖം മാറിയപ്പോൾ സർക്കാരിന്റെ നയവും മാറിയെന്ന് വ്യക്തമാക്കിയാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ സോഷ്യൽ മീഡിയ പോസ്റ്റ്. പാലിയത്തുകാവിൽ സമരം ചെയ്തവരെ കേൾക്കാനും അവരെ ചേർത്ത് പിടിക്കാനും പുതിയ സർക്കാർ തയ്യാറായിട്ടുണ്ട്. ജനങ്ങളെ കേൾക്കുന്ന ഒന്നാണ് ഈ ജനങ്ങളുടെ സർക്കാർ എന്ന് രാഹുൽ ചൂണ്ടിക്കാണിക്കുന്നു. സമരക്കാരെ അടിച്ചമർത്തിയിരുന്ന മുൻ പിണറായി വിജയൻ സർക്കാരിന്റെ ശൈലിക്ക് വിരുദ്ധമായി ജനങ്ങളോട് ചേർന്ന് നിൽക്കുന്ന പുതിയ ഭരണമാറ്റത്തെ പ്രകീർത്തിച്ചുകൊണ്ടാണ് രാഹുലിന്റെ പ്രതികരണം. മുൻ കോൺഗ്രസ് നേതാവായിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിലെ ഈ പുതിയ രാഷ്ട്രീയ നിലപാടും ഫേസ്ബുക്ക് പോസ്റ്റും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചു. നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുക, ആ വാക്കിലുണ്ട് ഈ സർക്കാരിന്റെ നയം. സമരം ചെയ്തവരെ മുടിക്കുത്തിന് പിടിച്ചു വലിച്ചിഴയ്ക്കുന്ന വിജയൻ സർക്കാരിന്റെ കാലം കഴിഞ്ഞു. ഇപ്പോൾ അവരെ കേൾക്കുന്ന ജനങ്ങളുടെ സർക്കാരാണ്. മുഖം മാറിയപ്പോൾ നോക്കൂ സർക്കാരിന്റെ നയം മാറുന്നത്. പാലിയത്തുകാവിൽ സമരം ചെയ്തവരെ കേട്ട് അവരുടെ ചേർത്ത് പിടിച്ച് ജനങ്ങളുടെ സർക്കാർ മുന്നോട്ട് എന്നായിരുന്നു ആ പോസ്റ്റ്. കോൺഗ്രസ് പാർട്ടിയിൽ നിന്നുള്ള അപ്രതീക്ഷിത പുറത്താക്കലും കടുത്ത നിയമ പോരാട്ടങ്ങൾക്ക് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തുന്ന ഈ രാഷ്ട്രീയ പ്രതികരണം ഏറെ രാഷ്ട്രീയ പ്രാധാന്യത്തോടെ തന്നെയാണ് നിരീക്ഷകരും വിലയിരുത്തുന്നത്. പാലക്കാട് മണ്ഡലത്തിൽ നിന്നും റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ വിജയിച്ച അദ്ദേഹം പിന്നീട് കോൺഗ്രസ് നേതൃത്വവുമായി അകലുകയും പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെടുകയുമായിരുന്നു. ക്രിമിനൽ കേസുകളിൽ ജാമ്യം ലഭിച്ചതിനു ശേഷം സജീവ രാഷ്ട്രീയത്തിലേക്ക് ശക്തമായ തിരിച്ചുവരവ് പ്രഖ്യാപിക്കുന്നതാണ് രാഹുലിന്റെ ഇപ്പോഴത്തെ ഈ ഫേസ്ബുക്ക് പോസ്റ്റെല്ലാം. UDF സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ അപ്രതീക്ഷിതമായി പങ്കെടുത്തുകൊണ്ട് രാഷ്ട്രീയ കേന്ദ്രങ്ങളെ ഞെട്ടിച്ച രാഹുൽ താൻ സ്വതന്ത്രമായി തന്റെ രാഷ്ട്രീയ പ്രയാണം തുടരുമെന്ന് ഇതിനകം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. പിണറായി വിജയൻ സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയും പോലീസ് നടപടികൾക്കെതിരെയും ശക്തമായി പ്രതികരിക്കുന്നതിലൂടെ വരും ദിവസങ്ങളിലും കേരള രാഷ്ട്രീയത്തിൽ താൻ നിർണായക സ്വാധീനമായി തുടരുമെന്ന വ്യക്തമായ സൂചന തന്നെയാണ് രാഹുൽ ഈ പോസ്റ്റിലൂടെ നൽകുന്നത്. ഔദ്യോഗികമായി പാർട്ടികളുടെ പദവികളോ പിൻബലമോ ഇല്ലെങ്കിലും ജനകീയ വിഷയങ്ങളെ കൃത്യമായ നിലപാടുകളുമായി രാഹുൽ സോഷ്യൽ മീഡിയയിലും പൊതുവേദികളിലും സജീവമാണ്. ബിനീഷ് കോടിയേരിയുടെ പാർട്ടി അംഗത്വം പുതുക്കി നൽകേണ്ടതില്ല എന്ന ശ്രീ MV ഗോവിന്ദന്റെ തീരുമാനത്തിനെതിരെയും രാഹുൽ പോസ്റ്റ് ഇട്ടിരുന്നു. ആ പോസ്റ്റ് ഇങ്ങനെയായിരുന്നു: ശ്രീ കോടിയേരി ബാലകൃഷ്ണന്റെ മകനും മുൻ SFI നേതാവുമായ ബിനീഷ് കോടിയേരിയുടെ പാർട്ടി അംഗത്വം പുതുക്കി നൽകേണ്ടതില്ല എന്ന ശ്രീ MV ഗോവിന്ദന്റെ തീരുമാനം ഏറെ കൗതുകത്തോടെയാണ് വായിച്ചത്. പിണറായി വിജയൻ ലക്ഷണമൊത്ത ഒരു ഏകഛത്രാധിപതിയാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അയാൾ രാഷ്ട്രീയ ഫാഷിസം ആദ്യം പരീക്ഷിച്ചത് കേരളത്തിന്റെ പൊതുമണ്ഡലത്തിലല്ല, അതിനു മുൻപ് സ്വന്തം പാർട്ടിയിലാണ്. വിജയനോളം വരുന്ന നാളെ ഒരു വെല്ലുവിളിയാകാവുന്ന മുഴുവൻ നേതാക്കളുടെയും തലകൾ കൊയ്തിട്ടാണ് അദ്ദേഹം ഈ പദവിയിൽ ഇപ്പോഴും ഇരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ തോറ്റു തുന്നമ്പാടി ഇരിക്കുമ്പോഴും പ്രതിപക്ഷ നേതൃസ്ഥാനത്തിനെ കുറിച്ചൊരു ചോദ്യം പോലും ചോദിക്കാൻ ഒരാൾക്കും ആ പാർട്ടിയിൽ ധൈര്യമില്ലാതെ പോകുന്നത്. പിണറായി വിജയന്റെ ഈ ഫാഷിസ്റ്റ് കത്തിക്ക് ഇരയായ നിരവധി നേതാക്കന്മാർ കണ്ണൂർ ജില്ലയിലും പുറത്തുമായി CPM-ലുണ്ട്. അതിൽ ആരോടെങ്കിലും പ്രത്യേകിച്ച് രാഷ്ട്രീയ മമതയോ താല്പര്യമോ ഇല്ലാത്തതുകൊണ്ട് ആരുടെയും പേരിലേക്ക് കടക്കുന്നില്ല. ആ പേരുകളിലെ ഏറ്റവും പ്രമുഖനാണ് ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ. CPM-ന്റെ അണികൾക്കേറി ആവേശം നൽകിയ നേതാവിന്റെ അപ്രതീക്ഷിതവും അകാലത്തിലുള്ളതുമായ മരണം വളരെ ഞെട്ടലോടെയാണ് ആ പാർട്ടിയും പൊതുസമൂഹവും നോക്കിക്കണ്ടത്. തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെ ഇല്ല ഇല്ല മരിച്ചിട്ടില്ല, കോടിയേരി ബാലകൃഷ്ണൻ മരിച്ചിട്ടില്ല എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ടുള്ള ഒരു വിലാപയാത്ര CPM-ന്റെ അണികൾ ഏറെ ആഗ്രഹിച്ചിരുന്നു. എന്നാൽ അങ്ങനൊരു വിലാപയാത്ര കോടിയേരി ബാലകൃഷ്ണന് കൊടുക്കേണ്ടതില്ല, മരിച്ചിട്ട് പോലും ആ ഖ്യാതി കൊടുക്കേണ്ട എന്ന രാഷ്ട്രീയ തീരുമാനം വന്നത് എവിടെ നിന്നാണെന്ന് അറിയില്ല. വളരെ തിടുക്കത്തിൽ അപകട മരണം സംഭവിക്കുന്ന ആളുകളെ പെട്ടെന്ന് അടക്കം ചെയ്യുന്നത് പോലെ ശ്രീ കോടിയേരി ബാലകൃഷ്ണന് വിലാപയാത്ര പോലുമില്ലാതെ അവസാന യാത്ര അവസാനിപ്പിച്ചു. അതിനുശേഷം നമ്മൾ കാണുന്നത് കോടിയേരി ബാലകൃഷ്ണന്റെ ഉറ്റ സുഹൃത്തെന്ന് നമ്മൾ കരുതിയിരുന്ന പിണറായി വിജയൻ കുടുംബത്തോടൊപ്പം വിദേശത്തേക്ക് ടൂർ പോകുന്നതാണ്. ചിതയിൽ നിന്നുള്ള തീ കിടന്നതിന് മുൻപ് കണ്ട കാഴ്ച ഒരു കനലായി പല CPM അണികളുടെ മനസ്സിൽ കിടക്കുന്നത് കൊണ്ടാണ് തളിപ്പറമ്പ് പയ്യന്നൂരും പോലുള്ള പാർട്ടി കോട്ടകളിൽ ഇത്തവണ വിള്ളൽ വീണതെന്ന് ഉറപ്പാണ്. ഇപ്പോഴാ കോടിയേരി ബാലകൃഷ്ണന്റെ മകന് പാർട്ടി അംഗത്വം പുതുക്കി നൽകേണ്ടതില്ല എന്ന് പറയുന്നു. കേസുള്ളതിന്റെ പേരിലാണ് അങ്ങനെ ചെയ്തതെന്ന CPM പോലൊരു പാർട്ടിയെ പറ്റി നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ കഴിയില്ല. കാരണം ഒരാളെ കൊന്നതിനു ശേഷം കലാപമായി തിരികൊളുത്തി കാരായി രാജനെ ഈ നിയമസഭയിലേക്ക് പറഞ്ഞയച്ച പാർട്ടിക്ക് കേസൊന്നും ഒരു വിഷയമാണെന്ന് വിചാരിക്കുന്നില്ല. ബിനീഷ് കോടിയേരി നടത്തുന്ന ക്രിമിനൽ പ്രവർത്തനങ്ങളോട് ഒരു തരത്തിലും യോജിപ്പില്ല. പക്ഷേ ബിനീഷ് കോടിയേരിക്ക് അംഗത്വം പുതുക്കി നൽകാത്തത് കേസുകൊണ്ടല്ല, പേരിന് പിന്നിലെ കോടിയേരി കൊണ്ടാണ്. ഇതേ കൊള്ളരുതായ്മകൾ വിജയന്റെ മകൻ കാണിച്ചാൽ മാസപ്പടി ഉറപ്പ്. ബിനീഷ് കോടിയേരിയുടെ അംഗത്വം പുതുക്കി നൽകേണ്ടതില്ല എന്ന് പറഞ്ഞ പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദന്റെ ഭാര്യയെ നിയമസഭയിലേക്ക് മത്സരിപ്പിക്കാം. ജനവും പാർട്ടിക്കാരും തോൽപ്പിച്ചിട്ടും തിരുത്തൽ വരുത്താൻ തയ്യാറാകാതിരിക്കാം. വിജയന്റെയും വിജയൻ സേനയുടെയും കുടുംബാധിപത്യം തുടരട്ടെ, ബിനീഷ് കോടിയേരി പുറത്തു നിൽക്കട്ടെ എന്നായിരുന്നു ആ പോസ്റ്റ്.